ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖ്സിദ് ഫീ മശീക വഗ്ളുദ് മിൻ സൗതിക് ഇന്ന അൻകറൽ അസ്വാതി ലസൗതുൽ ഹമീർ. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും പുലർത്തിപ്പാലിച്ച് ജീവിക്കണമെന്ന് നമ്മെ ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. വിശുദ്ധ ഖുർആനിലെ 31 അധ്യായമായ സൂറത്ത് ലുഖ്മാനിൽ അതിന്റെ 13 ആയത്ത് മുതൽ മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകന് കൊടുക്കുന്ന ഉപദേശങ്ങൾ നമുക്ക് കാണാം. ആ ഉപദേശങ്ങൾ മുഴുവൻ നമ്മൾ പാരായണം ചെയ്ത് അതിന്റെ സാരം മനസ്സിലാക്കിയാൽ രക്ഷിതാക്കൾ മക്കൾക്ക് കൊടുക്കേണ്ടുന്ന ഉപദേശങ്ങൾ, അവർക്ക് കാര്യങ്ങൾ കേൾക്കാനും മനസ്സിലാക്കാനുമുള്ള സമയം ലഭിക്കുന്നത് മുതൽ പറഞ്ഞാൽ കേൾക്കുന്ന പ്രായം, ആ പ്രായത്തിൽ പലപ്പോഴും പറയേണ്ട കാര്യങ്ങൾ പറയാതെ പോവുകയും പറഞ്ഞാൽ കേൾക്കാത്ത പ്രകൃതിപരമായ ഒരു സമയം വരുമ്പോൾ പരാതി പറയുകയും ചെയ്യുന്ന അവസ്ഥ പലപ്പോഴും നമുക്ക് കാണാം. എൻ്റെ മോൻ, എൻ്റെ മോൾ ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല എന്നത് പൂർണ്ണമായും നമ്മുടെ ഭാഗത്ത് ശരിയും മക്കളുടെ ഭാഗത്ത് തെറ്റുമെന്നല്ല. പലപ്പോഴും പറഞ്ഞാൽ കേൾക്കുന്ന പ്രായത്തിൽ പറയാതെ പോകുന്നു എന്നത് വലിയൊരു ന്യൂനതയായി നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആനിലെ 31 അധ്യായത്തിലെ ഈ ഉപദേശങ്ങൾ 13 മുതൽ തുടങ്ങുമ്പോൾ കഴിഞ്ഞ പല ഖുതുബകളിലായി നാം വിശദീകരിച്ച ആദ്യമായി അള്ളാഹുവിനെ കുറിച്ച്, റബ്ബിനോട് നന്ദികേട് ചെയ്യുന്നതിനെ കുറിച്ച്, റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് പങ്കു ചേർത്ത് നിത്യനരകം നേടുന്ന ഗൗരവപരമായ വിഷയമാണ് ആദ്യമായി ഉപദേശിക്കുന്നത്. പിന്നീട് തൊട്ടുടനെ മാതാപിതാക്കളുടെ കാര്യം പറയുന്നു. ആ മാതാപിതാക്കൾ അവർ നമുക്ക് ചെയ്യുന്ന സേവനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു കൊടുക്കുന്നു. അതിനും ശേഷം പറയുന്നു, മാതാപിതാക്കളുടെ വിഷയത്തിൽ അവർ മതപരമായ ഒരു വിഷയത്തിൽ പടച്ചവനെതിരിൽ നിങ്ങളോട് പറഞ്ഞാൽ ഫലാ തുതിഅഹുമാ, ആ മാതാപിതാക്കളെ അനുസരിച്ചു പോകരുത്. മാതാപിതാക്കളെ അനുസരിക്കണം, അത് ബാധ്യതയാണ് എന്ന് പറഞ്ഞ് അതേ ഖുർആൻ പറയുന്നു, അള്ളാഹുവിനെതിരിൽ, പ്രവാചകനെതിരിൽ ഒരു കാര്യം ഉമ്മയോ ഉപ്പയോ പറഞ്ഞാൽ ഫലാ തുതിഅഹുമാ, നിങ്ങൾ അതിനെ അനുസരിച്ചു പോകരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന കാര്യം. അതിനുശേഷം മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകനോട് പറയുന്നത് ജീവിതത്തിൽ അതീവമായ സൂക്ഷ്മത പുലർത്തേണ്ടുന്ന കാര്യമാണ്. ഒരു കാര്യം അതൊരു കടുകുമണിയുടെ തൂക്കമോ അതിനേക്കാൾ കുറഞ്ഞതോ ആകട്ടെ, അതെവിടെയും ആകാശഭൂമികൾ എവിടെയെങ്കിലും ഒരു പാറക്കല്ലിനുള്ളിൽ നീ കൊണ്ടുവച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പുറത്തു കൊണ്ടുവരും. ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ, അള്ളാഹു നയജ്ഞനും സൂക്ഷ്മജ്ഞാനിയുമാകുന്നു എന്ന്. ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തേണ്ട കാര്യം, നാം പറയുന്ന പ്രവർത്തിക്കുന്ന ഒരു കാര്യവും റബ്ബ് സുബ്ഹാനഹു വ തആലയെ മറച്ചു വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധ്യമല്ലെന്നും, പിന്നീട് നമസ്കാരം നിലനിർത്തേണ്ട കാര്യം, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യേണ്ട കാര്യം, ക്ഷമ കൈക്കൊള്ളേണ്ട കാര്യം, ഇതൊക്കെ ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, ഖണ്ഡിതമായി നിർദ്ദേശിക്കപ്പെട്ട കാര്യങ്ങളിൽ പെട്ടതാകുന്നു എന്ന് പറഞ്ഞതിന് ശേഷം മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകനോട് പറയുന്നു, വലാ തുസയ്യിർ ഖദ്ദക ലിന്നാസി വലാ തംശി ഫിൽ അർളി മർഹ, അഹങ്കാരത്തോടുകൂടി മനുഷ്യരുടെ നേർക്ക് നിന്റെ കവിൾ നീ തിരിച്ചു കളയരുത്, ഭൂമിയിലും നീ പൊങ്ങച്ചം കാട്ടി നടക്കുകയും ചെയ്യരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ, ദുരഭിമാനിയും പൊങ്ങച്ചക്കാരനുമായ യാതൊരാളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുകയില്ല. അഹംഭാവം നിമിത്തം ജനങ്ങളുടെ നേരെ മുഖം ചുളിക്കാൻ പാടില്ല മോനെ. അവഗണന നിമിത്തം അവരിൽ നിന്നും മുഖം തിരിച്ചു കളയുകയും ചെയ്യാതെ പ്രസന്ന ഭാവത്തോടുകൂടി വിനയത്തോടുകൂടിയാണ് മോനെ നീ ജനങ്ങളോട് പെരുമാറേണ്ടത് എന്ന് ഒരു പിതാവ് മകന് കൊടുക്കുന്ന ഉപദേശമാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ ജനങ്ങളുമായി ഇടപെടുന്ന വശം, നാം മറ്റുള്ളവരെ കണ്ടുമുട്ടുന്ന ഒരു രംഗമാണ് നമ്മുടെ വീട്ടിന് പുറത്തുള്ള വിശാലമായ മേഖല.
ആ മേഖലകളിൽ ഒരാളെ കാണുമ്പോൾ നമ്മുടെ മുഖഭാവം എന്ത് എന്നത് ഏറ്റവും പ്രധാനമാണ്. നമ്മൾ നടന്നു വരുമ്പോൾ ഒരു ഓട്ടോറിക്ഷക്കാരൻ പ്രതീക്ഷിക്കുകയാണ്, അയാൾക്കൊരു ഓർഡർ കിട്ടി, അയാൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണ് ആ വണ്ടി അവിടെ വെച്ചത്. നമ്മൾ അദ്ദേഹത്തെ പ്രതീക്ഷിച്ച് പോവുകയല്ല, നമ്മൾ വേറൊരു വഴിക്ക് പോവാണ്. ഒരവഗണന നിന്റെ അടുത്തേക്കൊന്നും വന്നല്ല, എന്താ ഞാൻ മറ്റൊരു വഴിക്ക് പോവാണ്, ഓട്ടോക്കല്ല, ഒന്ന് ചിരിച്ചോണ്ട് പറഞ്ഞൂടെ ഞാൻ ഇവിടേക്ക് പോവാണ്, കഴിഞ്ഞു. അയാൾക്ക് അയാൾ നിങ്ങൾ ഓട്ടോയിൽ കയറാവുന്ന ആളെന്നല്ല ഞാൻ എന്ന് പറഞ്ഞ ആ മുഖക്കൊന്ന്, എന്തിനാ ഇതിന്റെ ആവശ്യം? അയാളൊരു മനുഷ്യനല്ലേ. ആ ഒരു മനുഷ്യൻ നമ്മളെ പ്രതീക്ഷിക്കുന്നു, അയാളുടെ ഓട്ടോയിൽ ഒരു ഓട്ടം അദ്ദേഹത്തിന് കിട്ടും, എനിക്കെന്തെങ്കിലും ഒരു വരുമാനം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു പോയി. അത് വലിയ തെറ്റായി പോയോ? അവിടെ നമ്മുടെ മുഖഭാവം എന്താണ്, നമ്മുടെ ഭാവം എന്താണ്? നമ്മൾ കാറുള്ള ആളാകാം, നമ്മൾ വലിയ സമ്പത്തുള്ള ആളാകാം, നമ്മൾ ഓട്ടോയിലൊന്നും പോകേണ്ട അല്ലാതിരിക്കാം. പക്ഷേ എന്തിനാണ് ആ മുഖം ചുളിച്ചത്? ആ വ്യക്തിയും അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിയല്ലേ. വലാ തുസഇർ ഹദ്ദക ലിന്നാസി വലാ തംശി ഫിൽ അർളി മർഹാ ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. നീ അഹങ്കാരത്തോടെ മനുഷ്യരുടെ നേർക്ക് നിന്റെ കവിൾ തിരിച്ചു കളയരുത്. അതെ, അഹംഭാവം, ഞാൻ എന്തിനും മതിയായവനാണ് എന്ന മനുഷ്യനെ നശിപ്പിക്കുന്ന ഏറ്റവും അപകടകരമായ ഒരു അവസ്ഥ മോനെ നിനക്കുണ്ടാകുവാൻ പാടില്ല. മാത്രമല്ല അതിനുശേഷം അല്ലാഹു വലാ തംശി ഫിൽ അർളി മർഹ, എന്നിട്ട് ഭൂമിയിലൂടെ പൊങ്ങച്ചം കാട്ടി. ആ നടത്തം കണ്ടാൽ വിചാരിക്കും ഭൂമി അങ്ങോട്ട് പിളർന്നു പോകുവാൻ മാത്രം, അത്രയും ഇതിനെല്ലാം അധീനപ്പെടുത്തിയ ഒരു വ്യക്തിയെ പോലെയുള്ള ആ ഭാവം മോനെ നമുക്ക് പറ്റിയതല്ല. എന്നിട്ട് പറയുന്നു എന്തുകൊണ്ട് പറ്റിയതല്ല? ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. അതെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ദുരഭിമാനിയും പൊങ്ങച്ചക്കാരനുമായ ഒരാളെയും മോനെ ഇഷ്ടപ്പെടുകയില്ല. ഇതാര് പറയാണ്? ഒരു ഉപ്പ ആരോട് പറയാണ്? മോനോട്. ജനങ്ങളോട് എന്ത് മുഖഭാവം സ്വീകരിക്കണമെന്ന് രക്ഷിതാക്കൾ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം എന്ന ഒരു സന്ദേശം. അവിഷയത്തിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ഇറക്കിയിട്ടുണ്ട് എന്നത് രണ്ടാമത്തെ പാഠം. അത് ഖിയാമത്ത് നാൾ വരെയുള്ള ജനങ്ങൾ ഈ ആയത്തുകൾ ഓതിയും പഠിച്ചും അവരുടെ ജീവിതം ക്രമപ്പെടുത്തണമെന്ന മറ്റൊരു സന്ദേശം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു വഖ്സിദ് ഫീ മശീക വഗ്ളുൽ മിൻ സൗതിക്. നിന്റെ നടത്തത്തിൽ നീ മിതത്വം പാലിക്കണം. വീണ്ടും ഒരാൾ നടക്കുന്ന കാര്യം, തൊട്ടു മുമ്പുള്ള ആയത്തിൽ നടത്തത്തെ കുറിച്ചാ പറഞ്ഞത്. വീണ്ടും അല്ലാഹു പറയുന്നു വഖ്സിദ് ഫീ മശീക, നിന്റെ നടത്തത്തിൽ നീ മിതത്വം പാലിക്കണം. വഗ്ളുൽ മിൻ സൗതിക്, നിന്റെ ശബ്ദത്തെ നീ ഒതുക്കി വെക്കണം. ഇങ്ങനെ പളപളാ സംസാരിക്കുന്ന ഒരു രീതി മോനെ ശരിയല്ല. ശബ്ദത്തൊന്ന് ഒതുക്കി വെക്കണം. ഒരു തറവാടിത്തമുള്ള സംസാരമാകണം, ഒതുങ്ങിയ സംസാരമാകണം, വിനയമുള്ള. അദ്ദേഹത്തോട് വർത്തമാനം പറയാൻ പറ്റൂന്ന് വേറുള്ളവർക്ക് തോന്നണം. അദ്ദേഹത്തോട് സംസാരിച്ചാൽ ഒരു തണുപ്പ് കിട്ടുമെന്ന് മറ്റുള്ളവർക്ക് തോന്നണം. ആ രൂപത്തിലാണ് മോനെ നീ സംസാരിക്കേണ്ടത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു ഇന്ന അൻകറൽ അസ്വാതി ലസൗതുൽ ഹമീർ. തീർച്ചയായും ശബ്ദങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വെറുപ്പുളവാക്കുന്നത് കഴുതയുടെ ശബ്ദമാകുന്നു. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു സൃഷ്ടിയാണ് കഴുത. കഴുതക്ക് അതിൻ്റെതായ പ്രകൃതമുണ്ടാകും. എന്താ കഴുതയുടെ പ്രകൃതം എന്ന് പറയുന്നാൽ, ആ കഴുതയുടെ മുമ്പിൽ വന്ന ആളെ ഒന്നും കഴുത ശ്രദ്ധിക്കില്ല. കഴുത അതിൻ്റെതായ ഒരു ശബ്ദം ഇങ്ങനെ പുറപ്പെടുവിച്ചുകൊണ്ടേയിരിക്കും. ഇതുപോലെ ആ പടച്ചവന്റെ സൃഷ്ടിയായ കഴുതയുടെ തരത്തിൽ നീ ആവരുത്. ആളുകളെ ഒരു സൗര്യവും കൊടുക്കാതെ വർത്താനം പറഞ്ഞുകൊണ്ടേയിരിക്കുക, ഇങ്ങോട്ട് പറയുന്നത് ഒന്നും ശ്രദ്ധിക്കാതിരിക്കുക, ഏകപക്ഷീയമായ രൂപത്തിൽ വരുന്നു, അയാളുടെ മുമ്പിൽ പെട്ടാൽ കുടുങ്ങി, ഒന്ന് മാറിക്കളയട്ടെ എന്ന് മറ്റുള്ളവർ വിചാരിക്കുന്ന രൂപത്തിൽ ഇങ്ങോട്ട് പറയുന്നതൊന്നും ഉൾക്കൊള്ളാനോ കേൾക്കാനോ തയ്യാറില്ലാത്ത വിധത്തിൽ മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് സംസാരത്തിന്റെ വിഷയത്തിൽ ലോകത്തിന്റെ മാതൃക. അവിടുത്തെ സംസാരത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചാൽ കാണാൻ പറ്റും, എണ്ണണമെങ്കിൽ എണ്ണാമായിരുന്നു. നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുമ്പോ ആ സംസാരം ഒരാളിങ്ങനെ എണ്ണാൻ വിചാരിച്ചാൽ എണ്ണിയെടുക്കാൻ മാത്രം സാവധാനത്തിലും നിർത്തിയുമായിരുന്നു നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചത് എന്ന് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് സഹോദരന്മാരെ, സംസാരത്തിന്റെ വിഷയത്തിലുള്ള ഈ ശ്രദ്ധ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഒരു വ്യക്തിയുടെ വ്യക്തിത്വം
വ്യക്തിത്വ വികസന ക്ലാസുകളൊക്കെ നാട്ടിൽ കാണാൻ പറ്റും. അതിന്റെ മർമ്മമൊക്കെ വഹയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകി. ഹുദൻ ലിന്നാസ്, മാനവർക്കുള്ള മാർഗദർശനമായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ ജനങ്ങളുടെ മുമ്പിലുണ്ട്. എങ്ങനെ സംസാരിക്കണം, എങ്ങനെ സംസാരിച്ചുകൂടാ, എങ്ങനെ നടക്കണം, എങ്ങനെ നടന്നുകൂടാ എന്ന് ജനങ്ങളെ പഠിപ്പിക്കുക മാത്രല്ല, അത് രക്ഷിതാക്കളുടെ ബാധ്യതയാണ്, മാതാപിതാക്കളുടെ ബാധ്യതയാണ് അത് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നത്. അതുകൊണ്ട് ഈ ഒരു വിഷയം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. കാരണം സംസാരത്തിൽ വഖൂലൂ ലിന്നാസി ഹുസ്ന, നോക്കൂ വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിൽ വിശുദ്ധ ഖുർആൻ ലോകത്തോട് പറയുന്നു, വഖൂലൂ ലിന്നാസി ഹുസ്ന, നീ ജനങ്ങളോട് നല്ലത് പറയണം. ജനങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ മതക്കാരും ഇത് പെട്ടു, അതല്ലാത്തവരും പെട്ടു, നമ്മുടെ അനുകൂലിക്കുന്നവനും പെട്ടു, പ്രതികൂലിക്കുന്നവനും പെട്ടു. വിശുദ്ധ ഖുർആന്റെ ഒരു ഉപദേശമാണ് വഖൂലൂ ലിന്നാസി ഹുസ്ന, നിങ്ങൾ ജനങ്ങളോട് നല്ലത് പറയണം. അപ്പോൾ സഹോദരി സഹോദരന്മാരെ, ഒരു വിശ്വാസി എന്ന് പറയുന്നത് വിശ്വാസമില്ലാത്തവനും ആശ്രയിക്കാൻ പറ്റിയതാകും. വികലമായ വിശ്വാസങ്ങൾ കൊണ്ടു നടക്കുന്നവരും ആശ്രയിക്കാനാകും. കാരണം അവൻ വിശ്വാസിയാണ് എന്നതാണ് അതിന്റെ അടിസ്ഥാനപരമായ വിഷയം. അവിടെയാണ് വയറ് നിറച്ചുണ്ണുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല, അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചപ്പോ അയൽവാസി മുസ്ലിം ആണെങ്കിൽ എന്ന കണ്ടീഷൻ പറഞ്ഞു. അയൽവാസി മുസ്ലിം ആണെങ്കിൽ എന്ന കണ്ടീഷൻ പറഞ്ഞില്ല. അയൽവാസി ആരാണെങ്കിലും, അയൽവാസി ഇസ്ലാമിന്റെ കഠിന ശത്രുവായ ജൂതനാണെങ്കിലും, നമ്മുടെ നാട്ടിലുള്ള മുസ്ലിങ്ങൾ ഇവിടുന്ന് പാലായനം ചെയ്ത് മറ്റൊരു സ്ഥലത്തേക്ക് പോകണം, അവരിവിടെ ജീവിക്കേണ്ടതില്ല എന്ന രാജ്യവിരുദ്ധമായ രാജ്യദ്രോഹപരമായ ആശയം പുലർത്തുന്ന വ്യക്തിയാണെങ്കിലും ആ വ്യക്തി പട്ടിണി കിടക്കുന്നുണ്ടോ, ഭക്ഷണം കൊടുത്തോളണം, നിന്നെ കൊല്ലാൻ നിൽക്കുന്നവനാവൻ. പക്ഷേ അയൽവാസി പട്ടിണി കിടക്കാൻ പറ്റില്ല. കാരണം അവന്റെ ഹൃദയത്തിനെ നിയന്ത്രിക്കുന്നത് ലോകത്തിന്റെ സൃഷ്ടാവാണ്. അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധ ഇസ്ലാം ലോകത്തിന്റെ മതമാണ്. നമുക്ക് ഓരോരുത്തർക്കുമുള്ള സമാധാനമാണ്, നമുക്ക് ഓരോരുത്തർക്കുമുള്ള സതുപദേശമാണ്. ആ സതുപദേശത്തിൽ നാം ഉൾക്കൊള്ളേണ്ടതും നാം സമൂഹത്തിന് പകർന്നു കൊടുക്കേണ്ടതുമായ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും നോക്കൂ. എല്ലാ വെള്ളിയാഴ്ചയും തഖ്വയുമായി ബന്ധപ്പെട്ട ഒരു ആയത്ത് ഇന്നും നമ്മൾ ഓതി, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, ഈമാനുള്ളവരെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിങ്ങൾ ഖൗലൻ സദീദ, നിങ്ങൾ നല്ല വാക്ക് പറയണം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വഖൂലു ഖൗലൻ സദീദ, നിങ്ങൾ നല്ല വാക്ക് പറയണം. അങ്ങനെ നല്ല വാചകം, നല്ല വാക്കുകൾ, നല്ല സംസാരം ഉണ്ടായാൽ യുസ്ലിഹ് ലക്കും അഅമാലക്കും, അമല് നന്നാകും. ഒരു മനുഷ്യന്റെ അമല് നന്നാകണോ, നാവ് നന്നാക്കിക്കൊള്ളണം. നിങ്ങളുടെ നാവ് നന്നായാൽ, നിങ്ങളുടെ സംസാരം നന്നാൽ, യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു പൊറുത്തരും. നോക്കൂ, നാവിനെ ബന്ധിപ്പിച്ചത് എങ്ങോട്ടൊക്കെയാ? നാവ് നന്നായാൽ അമല് നന്നാകും. മാത്രമല്ല ആ ഒരു നിലപാട് നിങ്ങൾ സ്വീകരിച്ചാൽ വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരും. അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ, നാവ് വളരെ പ്രധാനമാണ്. നാവിൽ നിന്ന് വരുന്ന ഒരൊറ്റ വാചകം മതി ഒരു പ്രദേശം കത്താൻ. ഉത്തരവാദപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തി ഒരു വിഡ്ഢിത്തം പറഞ്ഞാൽ ലോകം മുഴുവൻ അയാളെക്കുറിച്ച് ചിരിക്കാൻ അത് മാത്രം മതിയാകും. വളരെ ആലോചിച്ചാണ് നമ്മൾ വാചകങ്ങൾ പറയേണ്ടത്. നോക്കൂ, പുറത്തേക്ക് വിട്ട ഒരു വാചകം നമുക്ക് തിരിച്ചെടുക്കാൻ സാധ്യമല്ല. നമ്മളത് പറഞ്ഞു എന്ന് വിചാരിക്കുക, പറഞ്ഞു കഴിഞ്ഞാൽ അത് പുറത്തുപോയി, പിന്നീട് ആ വാചകത്തെ നമുക്ക് തിരിച്ചെടുക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് നാവ് ഒരിക്കലും അപകടത്തിലേക്ക് എത്തുന്നൊരവസ്ഥ ഉണ്ടാകുവാനേ പാടില്ല. അതെ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുലിൽ ഹഖ് വലൗ കാന മുറ, നീ സത്യം പറയുക, അതെത്ര കയ്പുള്ളതാണെങ്കിലും. സത്യം പറയുക, അതെത്ര കയ്പുള്ളതാണെങ്കിലും. ചില സന്ദർഭങ്ങളിൽ ചില സത്യങ്ങൾ പറഞ്ഞാൽ ചില പരിക്കുകൾ ഉണ്ടാകും. അപ്പം നമ്മൾ ആലോചിക്കും, ഇപ്പൊ ഒരു ചീത്ത വരും, ഇപ്പൊ ശക്തമായൊരു വിമർശനം വരും. പക്ഷേ എന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്, സത്യം പറഞ്ഞോളൂ, അതെത്ര കയ്പുള്ളതാണെങ്കിലും. എന്റെ അർത്ഥം എന്താ? ചില സത്യങ്ങൾ കയ്പുള്ളതാണ് എന്നാണ്. അപ്പൊ അത് പറയുക. ഞാൻ നിന്നോടത് ഉപ്പ പറഞ്ഞു, ഉമ്മ പറഞ്ഞു, എന്നോടത് സാധനം വാങ്ങാൻ പറഞ്ഞല്ലോ, നീ എന്തുകൊണ്ട് വാങ്ങിയില്ല എന്ന് പറയുമ്പോൾ മറന്നുപോയതാണെങ്കിൽ മറന്നുപോയി എന്ന് എന്താണോ അവിടെ സംഭവിച്ചത് അതിന്റെ പേരിൽ എന്തുണ്ടെങ്കിലും അത് നമുക്ക് സഹിക്കാം. നമുക്ക് ഒരാളോട് പണം കടം വാങ്ങി, അയാൾ നമ്മളെ വിളിച്ചു,
വിളിച്ച സന്ദർഭത്തിൽ നമ്മുടെ അടുത്ത് പണം കൊടുക്കാനില്ല എങ്കിൽ പറയാം, വളരെ ശരിയാണ് നിങ്ങൾ പറഞ്ഞത്, എന്റെ അടുത്ത് പണമില്ലാത്തത് കൊണ്ടാണ്. അയാൾ ചീത്ത പറയട്ടെ, അയാൾ എന്ത് പറയട്ടെ, സത്യം പറഞ്ഞേക്കണം. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല, അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി, ബാങ്ക് നിങ്ങളുടെ ട്രാൻസ്ഫർ വന്നില്ല, ആർക്കും മനസ്സിലാവാത്ത എന്തൊക്കെയോ പറയുക. ആളുകൾ സാധാരണ പറയാറുണ്ട്, കടം കൊടുത്തില്ലെങ്കിൽ കൊടുത്തില്ല എന്ന പരാതിയെ ഉണ്ടാകൂ, കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു ചോദിച്ച പ്രശ്നമായിരിക്കും ഉണ്ടാവുക. മുസ്ലിം സമൂഹം തിരുത്തേണ്ട ഒരു സംഭവമാണിത്. എന്തുകൊണ്ടാ പലർക്കും വായ്പ കിട്ടാത്തത്? ഇപ്പോൾ ഞാൻ കൊടുത്താൽ അത് എനിക്ക് തിരിച്ചു കിട്ടുമോ എന്ന ഭയം സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് പണം വായ്പ വാങ്ങിയാൽ ഇസ്ലാമിന്റെ നിയമമാണ്, അവധി നിശ്ചയിക്കണം, എഴുതി വെക്കണം, ഇതിന് സാക്ഷികൾ ഉണ്ടാകണം. കാരണം നിരന്തരമായ ആ 10,000 ഞാൻ തന്നതാണല്ലോ, നിങ്ങൾ തന്നിട്ടില്ല, അത് തന്നതാണല്ലോ തന്നിട്ടില്ല, അതെന്ത് ചെയ്യും? ആ 10,000 കൊടുക്കുമ്പോൾ ഇന്ന ദിവസം 10,000 കൊടുത്തു, 2 സാക്ഷികൾ അവിടെ ഒപ്പിട്ട കഴിഞ്ഞു, അത് തിരിച്ചു കിട്ടി, അതവിടെ രേഖപ്പെടുത്തി, വിഷയം തീർന്നു. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്തുദ്ദൈൻ, സൂറത്തുൽ ബഖറയുടെ അവസാന ഭാഗത്ത് കാണാം. ഒരു പേജ് മുഴുവൻ ഒരായത്ത്, ഒരു പേജ് മുഴുവൻ ഒരായത്ത്. അത് നമുക്കുള്ള സൂക്ഷ്മതയാണ്. അപ്പൊ അതുകൊണ്ട് കടം നമ്മൾ വാങ്ങിയാൽ അത് കൃത്യസമയത്ത് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, കൊടുക്കേണ്ട ദിവസത്തിന് എന്തിന് കാത്തു നിൽക്കുന്നു? തലേ ദിവസം, ഒരാഴ്ച മുമ്പ്, ഇന്നാളല്ലേ ഞാനാണ് ആ കടം വാങ്ങിയ വ്യക്തി, എനിക്കൊരു കാരണവശാലും ആ ദിവസം തരാൻ പറ്റുന്ന അവസ്ഥയല്ല. അപ്പൊ അദ്ദേഹം 2 രൂപത്തിൽ പ്രതികരിക്കാം. അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും അവധി നീട്ടി പറയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അങ്ങനെ, അവധി നീട്ടി പറഞ്ഞ ഒരാളോട് അത് നീട്ടിക്കൊടുത്താൽ അള്ളാഹു വലിയ ബറക്കത്ത് ആ വ്യക്തി, അവധി നീട്ടിക്കൊടുത്ത വ്യക്തിക്ക് കിട്ടും എന്നാണ്. അപ്പൊ അതുകൊണ്ട് കടത്തിന്റെ വിഷയത്തിലേക്ക് വരുമ്പോൾ കളവ്, ഫോൺ എടുക്കാതിരിക്കുക. എന്താ വിഷയം? ഒരു കടം കൊടുത്ത തെറ്റാ ചെയ്തത്, അതിന്റെ പേരിൽ ഫോൺ, പിന്നെ ബന്ധം തന്നെ ഇല്ലാതായി പോയി. ഈ അവസ്ഥയിലേക്ക് പോകാൻ പാടില്ല. അതോടൊപ്പം നമ്മളുടെ സാമ്പത്തികാവസ്ഥക്കനുസരിച്ചാണ് നമ്മുടെ ജീവിതം ക്രമീകരിക്കേണ്ടത്. കടത്തില, പക്ഷെ ലോകത്തുള്ള ഏറ്റവും വലിയ ഫോൺ ഓന് വേണം. കടത്തില, പക്ഷെ ഏറ്റവും നല്ല ബൈക്ക്, ഇപ്പൊ പുതിയ ബൈക്ക് വന്നത്, ഇപ്പൊ വാങ്ങിക്കൊള്ളണം, ഇപ്പുറത്ത് കടമാണ്. അങ്ങനെയല്ല. ഞാൻ ആരാണ്? എന്റെ വരുമാനം എന്താണ്? എന്റെ അവസ്ഥ എന്താണ്? അത് മക്കൾക്കും പഠിപ്പിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ മക്കൾ ബൈക്ക് ചോദിക്കും, എന്റെ കൂട്ടുകാരൊക്കെ ബൈക്ക് ഉണ്ട്, എനിക്ക് മാത്രം ബൈക്കില്ല. എനിക്കറിയാം, അതൊന്നും എനിക്കറിയണ്ട. എന്തേ? അതൊന്നും എനിക്കറിയണ്ട എന്ന് മോൻ പറയാൻ ഒരു കാരണമുണ്ട്. നമ്മുടെ കുടുംബത്തിന്റെ സാമ്പത്തിക അവസ്ഥ പൊന്നുമോന് പറഞ്ഞു കൊടുത്തില്ല. ഇനി ഉപ്പ പറഞ്ഞില്ല, ഉമ്മ പറയണ്ടേ, മോനെ അങ്ങനെ കടത്തിലാ ഉപ്പ ഉള്ളത്, നമ്മളെ വീടൊക്കെ ഉണ്ടാക്കിയിട്ട് 3 ലക്ഷം കടത്തിലാ ഉള്ളത്, ഈ പ്രയാസത്തിലാ, നമ്മളെ കഴിഞ്ഞതിന് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോ മക്കൾ പ്രാർത്ഥിക്കും, പടച്ചോനെ ഉപ്പാന്റെ, അത് പറഞ്ഞു കൊടുക്കൂല. മക്കളൊന്നും അറിയണ്ട, ഞാൻ മക്കളൊന്നും തെറ്റാണത്. മക്കളെല്ലാം അറിയണം. അറിഞ്ഞാൽ ആ പിഞ്ചു പൈതങ്ങളിൽ നിന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥന ഉയരും. അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ, ഇതെല്ലാം പുറത്തേക്ക് വരുന്നത് നമ്മുടെ നാവിലൂടെയാണ്. ആ നാവിലൂടെ വരുന്ന സംസാരങ്ങൾ ശരിയാക്കാമെന്ന് നമുക്ക് പറയാൻ പറ്റും, പക്ഷെ അത് വളരെ കഠിനമായൊരു പരിശ്രമമാണ്. അതെങ്ങാനും ശരിയായാൽ നമ്മൾ തന്നെ ശരിയായ. അതുകൊണ്ട് നാവിനെ സൂക്ഷിക്കാൻ, നാവിലൂടെ വരുന്ന അപകടങ്ങളെ തടയാൻ നാം ബോധപൂർവം പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഏറ്റവും പവിത്രമായ ഒരു മാസത്തിലേക്ക്, റജബ് മാസത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു തൗബയിലെ 36-ാമത്തെ ആയത്തിൽ പറഞ്ഞു, ഇന്ന ഇദ്ദത്തശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റ ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർദ് മിൻഹാ 4 ഹുറും. അതെ, അല്ലാഹു സുബ്ഹാനഹു വ തആല യൗമ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ സൃഷ്ടിച്ച അതുമുതൽ, ഈ 12 മാസം എന്നത് ഈ അടുത്ത നൂറ്റാണ്ട് തുടങ്ങിയതല്ല, കഴിഞ്ഞ നൂറ്റാണ്ട് തുടങ്ങിയതുമല്ല. എന്നാണോ ആകാശഭൂമികളെ സൃഷ്ടിച്ചത് അന്നു മുതൽ 12 മാസങ്ങളുണ്ട്. അതിൽ 4 പവിത്ര മാസങ്ങളാണ്. വിശുദ്ധ ഖുർആൻ മാത്രം മതി എന്ന് പറയുന്നവർ ഒരു ഉത്തരം തരണം. ഹദീസ് ഒന്നും ആവശ്യമില്ല, ഖുർആൻ മാത്രം മതി എന്ന പുരോഗമനമാണ് എന്ന് വിചാരിച്ചു പറയുന്ന അപകടകരമായ വാദം, അവർ പറയണം ഈ 4 മാസം ഏതാണ്? ഫീഹാ 4 ഹുറും എന്ന് ഖുർആൻ പറഞ്ഞു, അതിൽ 4 പവിത്രമാണ്. ഖുർആനിൽ എവിടെ അത് പറയുന്നില്ല.
ഇന്നതാണ് ആ 4 മാസം എന്ന് ഖുർആനിലില്ല. അപ്പോൾ ഇത് എവിടെയുണ്ട്? ഈ ആയത്ത് ആരാണോ ഓതി തന്നത് ആ മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. തുടർച്ചയായ 3 മാസങ്ങൾ, ദുൽഖഅദ്, ദുൽഹജ്ജ്, മുഹറം, തുടർച്ചയായ 3. പിന്നെ ഒന്നുകൂടിയേ ഉള്ളൂ, അത് റജബാണ്. നമ്മൾ പ്രവേശിക്കാൻ നിൽക്കുന്ന റജബാണ്. അപ്പോൾ ഈ 4 മാസമാണെന്ന് എവിടുന്ന് കിട്ടി? ഖുർആൻ മാത്രം മതി എന്ന് പറയുന്നവർ പറയണം, ഖുർആൻ പറഞ്ഞു 4 മാസം പവിത്രമാണ്. ആ 4 മാസം ഉള്ളത് ഹദീസിലാണ്. അതുകൊണ്ട് ഇസ്ലാം പൂർത്തിയാകണോ, വിശുദ്ധ ഖുർആനും വേണം. അതിന്റെ വിശദീകരണമായി വഹയിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസും അനിവാര്യമാണ് എന്നർത്ഥം. നോക്കൂ, ഇനി ഈ കാര്യം മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കിയത് ബുഖാരി ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. ഈ 4 മാസങ്ങൾ ഏതാണ് എന്നത് ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ വ്യക്തമായി നമുക്ക് കാണാൻ പറ്റും. ഇനി ഈ മാസവുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രവേശിച്ചിട്ടുള്ള, ഇപ്പോൾ നമ്മൾ ഉൾക്കൊള്ളുന്ന ഈ റജബ് മാസം, ഈ റജബ് മാസവുമായി ബന്ധപ്പെട്ട് ധാരാളം തെറ്റിദ്ധാരണകൾ സമൂഹത്തിലുണ്ട്. ഒന്ന്, ഈ മാസം ആദ്യം അറിയിച്ചവന് പുണ്യമുണ്ട്, അവന് നരകം നിഷിദ്ധമാണ്, ഓരോ ദിവസത്തിനും പ്രത്യേകതയുണ്ട്, ആ മാസത്തിൽ പ്രത്യേകമായ നോമ്പുണ്ട്, തുടങ്ങിയ ധാരാളം തെറ്റിദ്ധാരണകൾ റജബ് മാസം തുടങ്ങുന്ന സമയത്ത് വ്യാപകമായി പ്രചരിക്കും. ആദ്യം അങ്ങോട്ട് അറിയിച്ചാൽ അത് അയാൾക്ക് സ്വർഗം കിട്ടും, നരകരക്ഷ കിട്ടും. ഒരടിസ്ഥാനവും ഇസ്ലാമിലെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഒന്ന് വിശുദ്ധ ഖുർആനാണ്, 2 നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്. അതില്ല. നോക്കൂ സഹോദരന്മാരെ, നമ്മുടെ നാട്ടിലൊക്കെ കൂടുതൽ ആളുകൾ ശാഫഈ മദ്ഹബ് അംഗീകരിക്കുന്ന ആളുകളാണ്. മദ്ഹബുമായി ബന്ധപ്പെട്ട് വേറെ തന്നെ നമ്മൾ പഠിക്കണം. എല്ലാ മദ്ഹബിന്റെ ഇമാമിങ്ങളും മഹാന്മാരാണ്. ഒരു മദ്ഹബിന്റെ ഇമാമിനെയും തള്ളിപ്പറയാൻ പാടില്ല. അവർ ആ കാലഘട്ടത്തിൽ വലിയ സേവനമാണ് സമൂഹത്തിന് ചെയ്തിട്ടുള്ളത്. പ്രധാനമായും 4 മദ്ഹബിന്റെ ഇമാമിങ്ങളെ നമ്മൾ അറിയപ്പെടുന്നു. ഹനഫി ഇമാം തുടങ്ങിയുള്ള ഇമാമിങ്ങളെ അറിയപ്പെടുന്നുവെങ്കിലും വേറെയും ധാരാളം ഇമാമിങ്ങളുണ്ട്. ഇവർ 4 പേർ കൂടുതൽ അറിയപ്പെടാൻ രാഷ്ട്രീയമായ, അതത് രാഷ്ട്രങ്ങളുമായി ബന്ധപ്പെട്ട കാരണങ്ങളുമുണ്ട്. ആ എല്ലാ ഇമാമിങ്ങളും മഹാന്മാരാണ്. അടുത്ത വാചകം ഞാൻ പറഞ്ഞ് ശ്രദ്ധിക്കണം. ഒരു ഇമാമും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പദവിയിലേക്ക് എത്തില്ല എന്ന് പറഞ്ഞാൽ, ഇമാമിങ്ങൾ മനുഷ്യന്മാരായതുകൊണ്ട് അവർക്ക് അബദ്ധം പറ്റാം. തെറ്റുപറ്റാത്തത് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം. മഅസൂമാണല്ലോ അവിടുന്ന്. അത് മറ്റൊരു വിഷയമാണ്. നമ്മൾ മറ്റൊരു ഖുത്ബയിൽ നമുക്ക് മദ്ഹബ് എന്ന വിഷയം വിശദീകരിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ നാട്ടിലൊക്കെ ശാഫഈ മദ്ഹബാണ് കൂടുതൽ എന്ന് ഞാൻ പറഞ്ഞു. ആ ശാഫഈ മദ്ഹബിലെ എല്ലാവരും അംഗീകരിക്കുന്ന മഹാനായ പണ്ഡിതനാണ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മഹുല്ലാഹ്. എല്ലാ മതപരമായ വേദികളിലും നമ്മൾ ധാരാളമായി പേര് കേൾക്കുന്ന ഷാഫി മദ്ഹബിലെ ഒരു പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം തന്നെ തബയ്യൂനുൽ അജബ് ഫീ ഫളി ശഹ്രി റജബ് എന്നതാണ്. അഥവാ റജബിന്റെ ശ്രേഷ്ഠതയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ആശങ്കകൾ വ്യക്തമാക്കുന്ന ഗ്രന്ഥം. ഒരു ഗ്രന്ഥം തന്നെ ഷാഫഈ മദ്ഹബിൽ ഒരു ഗ്രന്ഥം തന്നെ എഴുതപ്പെട്ടിരിക്കുന്നു. എന്താ വിഷയം? ഈ റജബുമായി ബന്ധപ്പെട്ട് കുറേ വിഷയങ്ങൾ നാട്ടിൽ ചർച്ചയുണ്ട്. അതിന്റെ വസ്തുത എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ഒരു ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി പറയുന്നു, ലം യരിദ് ഫീ ഫളി ശഹ്രി റജബ് വലാ ഫീ സിയാമിഹി വലാ ഫീ സിയാമി ശൈഇൻ മിൻഹു മുഅയ്യനൻ വലാ ഫീ ഖിയാമി ലൈലത്തിൻ മഖ്സൂസത്തിൻ ഫീഹി ഹദീസുൻ സ്വഹീഹുൻ യസ്ലുഹു ലിൽ ഹുജ്ജ. അതെ, റജബ് മാസത്തിന്റെ ശ്രേഷ്ഠതയുടെ വിഷയത്തിലോ അതിന്റെ നോമ്പിന്റെ വിഷയത്തിലോ പ്രത്യേക ദിവസങ്ങളിലെ നോമ്പ് വിഷയത്തിലോ പ്രത്യേക രാവിൽ നമസ്കരിക്കുന്ന വിഷയത്തിലോ തെളിവിന് കൊന്നാകുന്ന ഒരൊറ്റ ഹദീസും വന്നിട്ടില്ല. ആരാ പറയുന്നത്? ഷാഫി മദ്ഹബിലെ ഇബ്നു ഹജറുൽ അസ്ഖലാനി എന്ന് പറയുന്ന എല്ലാവർക്കും പരിചയമുള്ള, നമ്മുടെ നാട്ടിലെ സാധാരണ വയലുകളിൽ പോലും ആവർത്തിച്ച് കേൾക്കുന്ന മഹാനായ എന്ന് പറയാതെ ഈ ഷാഫി പണ്ഡിതനെ പേര് തന്നെ പറയാറില്ല. അവിടുന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സ്വഹീഹായ ഹദീസും മറ്റ് 3 പവിത്ര മാസങ്ങൾക്കില്ലാത്ത ഒരു പ്രത്യേകത റജബിനുള്ളതായില്ല. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ വഹുവ റദ്ദുൻ. നമ്മുടെ കൽപ്പനയിൽ ഇല്ലാത്തൊരു കാര്യം ഈ മതത്തിൽ വല്ലവനും പുതുതായി ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടേണ്ടതാകുന്നു. ഇനി സഹോദരന്മാരെ, അപ്പോൾ ഒരു സംശയം വരും. അല്ല, ഈ റജബ് മാസത്തിലല്ലേ മിഅ്റാജ് സംഭവിച്ചത് എന്ന് കേൾക്കുന്നുണ്ടല്ലോ.
അതുകൊണ്ട് തന്നെ റജബ് 27 ഒരു പ്രത്യേക നോമ്പ്. അതെന്തിനാ ഹുതുബയിൽ പറയുന്നത്? വിവാദമുണ്ടാക്കാനല്ല, വിവാദത്തിൽപ്പെട്ട് നമുക്ക് അബദ്ധം പറ്റാതിരിക്കാനാണ് ഖുത്ബയിൽ ആ വിഷയം പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ മിഅ്റാജ് യാത്ര പോയത് റജബ് മാസത്തിലാകുന്നു എന്ന് ചില ചരിത്ര പരാമർശങ്ങളുണ്ട്. എന്നാൽ സ്ഥിരപ്പെട്ട ഒരു രേഖയും ആ വിഷയത്തിലില്ല. ഞാൻ വീണ്ടും പറയുന്നു, നമ്മുടെ നാട്ടിലൊക്കെ ഭൂരിപക്ഷം ആളുകൾ ഞങ്ങൾ ശാഫിഈ മദ്ഹബുകാരാണ് എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഷാഫി മദ്ഹബിലെ വലിയ മറ്റൊരു പണ്ഡിതനാണ് ഇമാം ഇബ്നുൽ അത്താർ അശ്ശാഫി റഹ്മഹുല്ലാ എന്ന് പറയുന്നത്. അവിടുന്ന് പറയുന്നു, റജബു ലൈസ ഫീഹി ശൈഉം മിൻ ദാലിക് ഐ അൽ ഫളാഇൽ സിവാ മാ യുശാരികു ഗൈറഹു മിനശ് ശുഹൂർ വകൗനുഹു മിനൽ ഹറം വഖദ് ദകറ ബഅ്ദുഹും അന്നൽ മിഅ്റാജ വൽ ഇസ്റാ കാന ഫീഹി വലം യസ്ബുത് ദാലിക്. റജബ് മാസത്തിന് അത് യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസം എന്ന നിലക്ക് മറ്റ് യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസങ്ങളെ പോലെ തന്നെയുള്ള ഫദിൽ ഉണ്ട് എന്നല്ലാതെ വേറൊരു പ്രത്യേകതയില്ല. ബാക്കി 4 പവിത്രമായ 3 മാസങ്ങളിലും യുദ്ധം നിഷിദ്ധമാണ്. ആ പ്രത്യേകത റജബ് മാസത്തിനുമുണ്ട്. ഇസ്രാഉം മിഅ്റാജും ഉണ്ടായത് റജബ് മാസത്തിലാണ് എന്ന് ചിലർ അവകാശപ്പെടുന്നു. എന്നാൽ അത് പ്രമാണം കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാർ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല, ഇനി റജബ് മാസം വന്നാൽ ഒരു ഹദീസ് ഇങ്ങനെ വ്യാപകമായി പ്രചരിക്കും. അപ്പോ ആ ഗുണം നമുക്ക് കിട്ടണ്ടേ? എന്താണ് ആ ഹദീസ്? മൻ സ്വാമ യൗമസ് സാബിഅ വൽ 20 മിൻ റജബ് കുതിബ ലഹു സവാബു സിയാമി 60 ശഹ്റാ. ആരെങ്കിലും റജബ് 27 നോമ്പനുഷ്ഠിച്ചാൽ 60 മാസം നോമ്പനുഷ്ഠിച്ച പ്രതിഫലം ആ വ്യക്തിക്ക് രേഖപ്പെടുത്തുന്നതാണ്. എന്നാൽ പണ്ഡിതന്മാർ അതിനെ കുറിച്ച് പറഞ്ഞത് ഈ ഹദീസ് ദുർബല ഹദീസും അല്ല. ദുർബല ഹദീസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഹദീസിന്റെ പരമ്പര നോക്കിയിട്ട് റസൂലിന്റെ അടുത്തേക്ക് എത്തുന്നില്ല, അപ്പൊ അത് ദുർബല എന്ന് പറയും. ഉദാഹരണമായി ഇമാം ബുഖാരി റഹ്മഹുല്ല ഒരു ഹദീസ് അത് സ്വഹീഹാണോ എന്ന് പരിശോധിക്കുകയാണ്. അദ്ദേഹം യാത്ര ചെയ്ത് ഇയാൾ പറഞ്ഞു ഇന്നാൾ പറഞ്ഞതാണ്, അയാൾ പറഞ്ഞു ഇന്നാൾ പറഞ്ഞാണ്, അയാളോട് പറഞ്ഞു ഇന്ന സഹാബിന്റെ അടുത്തേക്ക് എത്താൻ പോവാണ്, അപ്പൊ ഉറപ്പിക്കാൻ പോവാണ്. അപ്പോ മഹാന ഇമാം ബുഖാരി തങ്ങൾ ധാരാളം ദിവസങ്ങൾ യാത്ര ചെയ്തു. എന്നിട്ട് ഒരു വീട്ടിലേക്ക് എത്തുകയാണ്. ആ വീട്ടിലേക്ക് എത്തുമ്പോൾ അവിടുന്ന് തന്റെ നാൽക്കാലിക്ക് കൊടുക്കാനുള്ള പുല്ല് നാൽക്കാലിക്ക് നേരെ നീട്ടുന്നു. അത് തിന്നാൻ നേരത്തെ അത് പിൻവലിക്കുന്നു. മഹാനായ ഇമാം ബുഖാരി തിരിച്ചു പോന്നു. അദ്ദേഹത്തിന്റെ ഹദീസ് സ്വീകരിക്കാൻ പറ്റില്ല. ഒരു നാൽക്കാലിയെ കൊതിപ്പിച്ചിട്ട് അദ്ദേഹത്തിന് ആ നാൽക്കാലിക്ക് ഭക്ഷണം കൊടുക്കാത്തവന്റെ ഹദീസ് സ്വീകാര്യമല്ല. അതാണ് പരമ്പര. എന്നാൽ ഈ ഹദീസ് ഉണ്ടല്ലോ, അഥവാ റജബ് 27 നോമ്പ് നോറ്റാൽ 60 മാസം നോമ്പ് നോറ്റ കൂലി കിട്ടും, അത് മൗദൂ ആണ്, കെട്ടിയുണ്ടാക്കിയതാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ പിൽക്കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് കെട്ടിയുണ്ടാക്കിയ ഹദീസാകുന്നു അത്. ഇനി സഹോദരങ്ങളെ, അങ്ങനെ ഒരു ഹദീസ് ഉണ്ടെന്ന് കരുതുക. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജ് യാത്ര നടത്തിയത് 51-ാമത്തെ വയസ്സിലാണ്. 51-ാമത്തെ വയസ്സിൽ. അതിനുശേഷം റസൂലുള്ള 13 കൊല്ലത്തോളം ജീവിച്ചിരുന്നു. ഒരൊറ്റ ഹദീസ് മതി, ഒരൊറ്റ റിപ്പോർട്ട് മതി. അവിടുന്ന് റജബ് 27 നോമ്പ് നോറ്റു. പിന്നെ ഒരു തർക്കമില്ല, വിഷയം അവിടെ തീർന്നു. അതോടുകൂടി വിഷയം തീർന്നു. നമുക്ക് പരിചയമുള്ള ഒരു ഉസ്താദിനോട് ചോദിക്ക്, അപ്പൊ നേരത്തെ പറയാം 60 മാസം, അത് മൗദൂ ആണല്ലോ, കെട്ടിയുണ്ടാക്കിയതാണല്ലോ, ബുഖാരിയാണോ മുസ്ലിമാണോ ആരാ പറഞ്ഞത്? ആ വിഷയം അവിടെ തീരും. അപ്പൊ അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ വാപ്പകാരണന്മാരൊക്കെ പണ്ടേ നമ്മുടെ വാപ്പകാരണന്മാരിൽ അവസാനിക്കില്ല. വാപ്പകാരന്മാർ എന്ന് പറഞ്ഞാൽ ഞാനും എന്റെ സ്വഹാബത്തും ഇന്ന് ഏതൊരു മാർഗത്തിലാണോ ആ മാർഗം. അതാ പണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ വാപ്പകാരണന്മാർ കുറെ ആൾക്കാരൊക്കെ മുറുക്കാൻ നടത്തിയിരുന്നു, പുകവലിച്ചിരുന്നു. മുമ്പ് കാലത്ത് പള്ളി നോമ്പോൽക്കാരുണ്ടായിരുന്നില്ല, യുവാക്കള് വയസ്സന്മാരായി. അതൊക്കെ നമുക്ക് മാർഗമാക്കാൻ പറ്റുമോ? വാപ്പകാരണന്മാര് ചെയ്തു അല്ല നമ്മളെ തെളിവ്. നമ്മുടെ ഹബീബ് മുഹമ്മദ് മുസ്തഫ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തോ, അവിടുത്തെ സ്വഹാബത്ത് ചെയ്തോ, അതാ നമ്മുടെ മാതൃക. 13 വർഷത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ മിഅ്റാജ് കഴിഞ്ഞതിന് ശേഷം ജീവിച്ചിട്ടും അന്നോ. ഞാൻ ഇത് പറയാൻ കാരണം, ഇല്ലാത്ത നോമ്പിന് നിങ്ങൾക്ക് റജബിലത്തെ കാര്യം പോയി. ഇത് കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച നോമ്പുണ്ട്, ആർക്കും ഒരു പ്രശ്നമില്ല. ലോകത്താർക്കും തർക്കമില്ലാത്ത വിഷയം അടുത്ത തിങ്കളാഴ്ച നോമ്പുണ്ട്, ആരും നോക്കൂല പറഞ്ഞാൽ പല ആൾക്കാരും ശ്രദ്ധിക്കൂല. അത് കഴിഞ്ഞ് വ്യാഴാഴ്ച നോമ്പുണ്ട്, ഒരു സംശയമില്ലാത്ത നോമ്പാണ് വ്യാഴാഴ്ചത്തെ നോമ്പ്. അറഫ നോമ്പുണ്ട്, മുഹറം നോമ്പുണ്ട്, അത് 9ഉം 10ഉം ഉണ്ട്. ഇതൊന്നും ശ്രദ്ധിക്കാത്തവരും
ഇല്ലാത്ത നോമ്പിന് വൻ പബ്ലിസിറ്റി, ഭയങ്കര ശ്രദ്ധയാ. റജബ് 27 നോമ്പില്ലേ, ഇസ്രാ നോമ്പില്ലേ എന്ന് പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, ഇത് പറയണ്ടേ സമൂഹത്തോട്? ഇല്ലാത്തൊരു നോമ്പ് സമൂഹത്തിൽ സ്ഥാനം പിടിക്കുമ്പോ ഇങ്ങനൊരു നോമ്പ് സ്ഥാനം പിടിച്ചിട്ടുണ്ടേ എന്ന് സമൂഹത്തോട് പറയണ്ടേ? നമ്മുടെ മനസ്സിൽ വരുന്ന ഉത്തരം അതെ, തീർച്ചയായും പറയണം. കാരണം ഇന്നതാണ് ഇസ്ലാം എന്ന് പഠിപ്പിക്കാൻ ഒരു പ്രവാചകൻ ഇനി വരില്ല. അപ്പോൾ പിന്നെ അത് മനസ്സിലാക്കിയവരുടെ ബാധ്യതയാണ്. ഇന്നതാണ് ശരി, ഇന്നതാണ് തെറ്റ്. അതുകൊണ്ട് സഹോദരന്മാരെ, റമളാൻ മാസം വരാൻ പോവുകയാണ്. ആ മാസത്തിലേക്ക് പ്രവേശിക്കാനും ഇബാദത്തുകൾ എടുക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആ റമളാനിലേക്ക് പോകും മുമ്പ് നമുക്ക് വരാൻ പോകുന്നു ഷാബാൻ മാസം. ഷാബാന്റെ മുമ്പ് നമ്മൾ റജബിൽ ഇങ്ങനെ ആ മാസങ്ങളിലൊക്കെ നമ്മൾ ഉണ്ടാകുമ്പോൾ ഈ റജബ് മാസത്തിലും വരാനിരിക്കുന്ന ഷാബാനിലും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ സുന്നത്ത് നോമ്പ് നോറ്റത് ഷാബാൻ മാസത്തിലായിരുന്നു. റമളാനിലേക്ക് പ്രവേശിക്കാനിരിക്കുന്ന ആ മാസത്തിൽ നമ്മൾ ധാരാളമായി സുന്നത്ത് നോമ്പ്. നമ്മുടെ വീട്ടിലൊരു ചർച്ച, ഭക്ഷണം കഴിക്കുമ്പോ അല്ലെങ്കിൽ നമ്മൾ സ്വസ്ഥമായിരിക്കുമ്പോ നമുക്ക് എല്ലാ തിങ്കളാഴ്ചയും നോമ്പെടുത്താലോ? ഒരു ചർച്ച. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലെങ്കിൽ എല്ലാ വ്യാഴാഴ്ചയും നോമ്പെടുത്താലോ? ഇതൊരു ചർച്ച നടക്കണം. സുന്നത്ത് നോമ്പ് നോൽക്കണം എന്നാ അപ്പൊ ഖുത്ബ പറയാനുള്ളത്, ഒഴിവാക്കണം എന്നല്ല. സംശയമുള്ള ഒഴിവാക്കിയാൽ നിനക്ക് സംശയമുള്ളതിനെ ഒഴിവാക്കുക, സംശയമില്ലാത്തതിലേക്ക് നീങ്ങുക. ഒരു സംശയമില്ലാത്ത നോമ്പാണ് തിങ്കളാഴ്ച നോമ്പ്. ഒരു സംശയമില്ലാത്ത നോമ്പാണ് വ്യാഴാഴ്ച നോമ്പ്. ഒരു സംശയമില്ലാത്ത സുന്നത്ത് നോമ്പാണ്. എല്ലാ മാസവും 13, 14, 15 സുന്നത്ത് നോമ്പുണ്ട്. അതേപോലെ ദാവൂദ് അലൈഹിസ്സലാം ഒരു ദിവസം നോമ്പ് നോൽക്കും, അടുത്ത ദിവസം നോൽക്കൂല. അങ്ങനെ അവിടുത്തെ നോമ്പിന്റെ രീതി അതായിരുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, നമുക്ക് പറയാനുള്ളത്, ആ പള്ളിയിൽ നിന്ന് ഇപ്പോ നാളത്തെ നോമ്പില്ലാന്നാ പറഞ്ഞത്, അത് മാത്രം നിർത്തരുത്. ആ പള്ളിയിൽ നിന്ന് പറഞ്ഞത് സുന്നത്ത് നോമ്പ് വർദ്ധിപ്പിക്കണമെന്നാണ്. തിങ്കളാഴ്ച നോൽക്കണം, വ്യാഴാഴ്ച നോൽക്കണം, എല്ലാ മാസവും 13, 14, 15 നോൽക്കണം. അതോടൊപ്പം സഹോദരന്മാരെ, ആരെങ്കിലും കഴിഞ്ഞ റമളാനിലെ നോമ്പ് ബാക്കിയുണ്ടെങ്കിൽ അതിർത്തിയിലേക്ക് വെക്കണ്ട, ഇപ്പൊ തന്നെ നോറ്റ് വീട്ടിയേക്കുക. എന്തിനാ നമ്മൾ അതിർത്തിയിലേക്ക് കൊണ്ടുപോകുന്നത്? അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ, ചില ആൾക്കാരുടെ സ്വഭാവം, വണ്ടി വരാൻ നേരത്തെ മുപ്പൊരു കുളിക്കാൻ പോവുള്ളൂ, എന്നിട്ടൊരു ആവശ്യമില്ലാത്തൊരു ധൃതി. ബസ് പോയി. എന്തിനാണ് ബസ് പോയത്? എത്ര നേരം ഫോൺ നോക്കി ഇരുന്നിരുന്നു? ഒരു ഒരുക്കം വേണം. ജീവിതത്തിന്റെ എല്ലാ കാര്യത്തിലും ഒരു ഒരുക്കം വേണം. എന്റെ ശബ്ദം ശ്രവിക്കുന്നവര് വിദ്യാർത്ഥികളുണ്ട്. വിദ്യാർത്ഥികളുടെ ഏറ്റവും വലിയ ബാധ്യത പഠിക്കുക എന്നതാണ്. ആ പഠനം അമാനത്താണ്. ആ പഠനത്തിനും വേണം ഒരു രൂപം. ഞാൻ എപ്പോൾ വായിക്കും, എപ്പോഴാണ് എന്റെ വായനയുടെ സമയം, നമ്മൾ തീരുമാനിക്കണം. അത് നോട്ട് ചെയ്യണം, വീണ്ടും നോക്കണം. കാരണം എന്നിട്ട് പടച്ചോനോട് ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. പടച്ചോനെ, ഈ പഠനത്തിൽ എനിക്ക് നീ ബറക്കത്ത് തരണമേ എന്ന്. ഏതൊരു കാര്യത്തിൽ ഇടപെടുമ്പോൾ ഇന്നല്ലാഹ യുഹിബ്ബു ഇദാ അമില അഹദുക്കും അമലൻ അൻ യുത്ഖിനഹു. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും ബാധകമാണ്. ഇന്നല്ലാഹ യുഹിബ്ബു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു. അൽഹംദുലില്ലാഹ്. വേറെന്തെങ്കിലും വേണം നമുക്ക്? പടച്ചോന്റെ ഇഷ്ടം നമുക്ക് കിട്ടിയാൽ ലോകത്ത് ആരെ അവഗണിച്ചിട്ടും കാര്യമില്ല, ആര് തള്ളി പറഞ്ഞിട്ടും, ആര് ചവിട്ടി തേച്ചിട്ടും കാര്യമില്ല. സഹോദരങ്ങളെ, പടച്ചോൻ നമ്മളെ ഇഷ്ടപ്പെട്ടാൽ, ഇന്നല്ലാഹ യുഹിബ്ബു, ആരെയാ ഇഷ്ടപ്പെടുന്നത്? ഇദാ അമില അഹദുക്കും അമലൻ, ഒരാൾ ഒരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ, റസൂലുള്ളാഹി പറയാണ്, ഒരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ അൻ യുത്ഖിനഹു, അത് ഭംഗിയായി പൂർത്തിയാക്കി ചെയ്യും. ഇപ്പൊ ഒരു കുട്ടി ഒരു കോഴ്സിന് ചേർന്നു, അതെങ്ങനെയാ ചെയ്യുക? എങ്ങനെയെങ്കിലും വാരി കോരിയല്ല, മറിച്ച് ഞാനൊരു കോഴ്സിന് ചേർന്നിരിക്കുന്നു, കുറച്ചൊരു പ്രശ്നമുണ്ട് എനിക്ക്, അതുകൊണ്ട് എന്റെ പഠനം ഒന്ന് ശരിയാക്കണം, അതുകൊണ്ട് ഞാൻ രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കും, വായിക്കും, അല്ലെങ്കിൽ വൈകുന്നേരം ഇന്ന സമയം ഞാൻ വായിക്കും, അത് നോട്ട് ചെയ്യും. അങ്ങനെ പഠനമാകുന്ന കാര്യത്തെ ഭംഗിയായി പൂർത്തിയായി ചെയ്യുക. നമ്മളെ മറ്റൊരു വർക്കിൽ, നമ്മളെ വീട്ടിലൊരു വിവാഹം വരാൻ പോകുന്നു, ആ വിവാഹം നമുക്ക് പല രൂപത്തിൽ ചെയ്യാം, കാട്ടിക്കൂട്ടിയാൽ സംഭവിക്കുക എന്താ അറിയോ? കുറെ ആൾക്കാര് കല്യാണത്തിന് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും, നിൽക്കാൻ വിധിക്കപ്പെട്ടവർ, കസേരല്ല, ആൾക്കാരൊക്കെ ക്ഷണിച്ചിട്ടുണ്ട്, അതിനനുസരിച്ച് കസേര ഏൽപ്പിച്ചിട്ടില്ല. അപ്പൊ ആൾക്കാരൊന്നായിട്ട് നിൽക്കുന്ന കല്യാണം, നാട്ടിൽ കാണാൻ പറ്റും, നിൽക്കുന്ന കല്യാണം. അതേപോലെ തന്നെ കസേരന്റെ അടുത്ത് പോയിട്ട് ആൾക്കാർ ഇങ്ങനെ ക്യൂ നിൽക്കുന്ന കാര്യം, ഇയാളിട്ടുണ്ട് എനിക്ക് ഇരിക്കാൻ. നോക്കൂ, നമ്മളെ അതിഥികളായി നിൽക്കുന്നത് യുദ്ധക്കിനഹു ആയില്ല. വിവാഹം എന്ന പ്രവർത്തനം ഏറ്റെടുത്തു, അതിൽ ഒരു തരത്തിലുള്ള ക്രമീകരണവുമില്ല. എത്ര ആൾ വരും, അവർക്ക് എത്ര കസേര വേണ്ടി വരും, അവർക്ക് എങ്ങനെ വെള്ളം കൊടുക്കും, അവർ നമ്മളെ അതിഥികളല്ലേ. ഏതൊരു കാര്യത്തിൽ നമ്മൾ നമസ്കരിക്കാൻ നിൽക്കുന്നു, യുദ്ധക്കിനഹു, അത് ഭംഗിയായി പൂർത്തിയായി ചെയ്യൂ. ഞാനിപ്പോൾ നമസ്കരിക്കുക, അപ്പൊ വേറൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല, ഞാൻ ഇപ്പൊ ഹുത്തുബയില, ഇവിടെ ഫോൺ നോക്കേണ്ട സമയമല്ല, ഇത് ഫോൺ നോക്കേണ്ട സമയമല്ല.
ഇത് നമ്മുടെ മെസ്സേജുകൾക്ക് മറുപടി എടുക്കേണ്ട സമയമല്ല, ഇത് വോയിസ് കേൾക്കേണ്ട സമയമല്ല, ഇത് ഹുത്തുബയാകുന്ന വോയിസ് കേൾക്കേണ്ട സമയമായി ഇസ്ലാം നിശ്ചയിച്ചതാ. വേറെ പല പള്ളികളിലും ആൾക്കാർക്കൊന്നും മനസ്സിലാകുന്നില്ല. പിന്നെ മൊബൈൽ നോക്കുന്ന പരിപാടി എല്ലാവരും അങ്ങോട്ടും കൂടി ചിരിക്കുക, ഈ മൊബൈലിൽ വന്ന് നോക്കിയിട്ട്. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ, നമ്മൾ ഏതൊരു കാര്യത്തിൽ ഏർപ്പെടുകയാണെങ്കിലും അത് ഭംഗിയായി പൂർത്തിയായി ചെയ്യാൻ. നമുക്കൊരു കുട്ടി ജനിച്ചു, അപ്പൊ നമ്മൾ ആലോചിക്കണം, പടച്ചോനെ എന്തൊക്കെയാ ഞാൻ ഇവിടെ ചെയ്യേണ്ടത്? അപ്പൊ കൃത്യമായിട്ട് ഹദീസുകൾ കിട്ടും. അതുപോലെ ആ കാര്യം ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചെടുക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റവും ഭംഗിയായി പൂർത്തിയായി ചെയ്യുവാനും റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടവും തൃപ്തി നേടിയെടുക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും നമുക്ക് അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മളോടൊപ്പം ഈ ജുമയ്ക്ക് സദസ്സിലിരുന്ന വ്യക്തി ഒരു അപകടം പറ്റി ഇപ്പോൾ ആശുപത്രിയിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണ ശിഫ നൽകി അദ്ദേഹത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ തെറ്റ്